ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബാക്കി വരുന്ന ഇഡ്ഡലി മാവ് വെച്ചിട്ട് എളുപ്പത്തിൽ ഒരു അടിപൊളി ജിലേബി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. സാധാരണ ജിലേബിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. പിന്നെ നമുക്ക് ബാറ്ററി ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കണം. കാരണം നമ്മൾ ജിലേബി ഓയിലിൽ നിന്ന് എടുത്തിട്ട് നേരെ ഈ ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു 7-8 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കുക. ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ്, തുടങ്ങുന്ന ആ സ്റ്റേജിലെത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് 2 കപ്പ് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള മാവ് എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആകെ പരക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് മാവ് മാറ്റി വെക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ജിലേബിയിൽ ഉപ്പ് അധികമായി പോവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കെട്ടാതെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഒരല്പം ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് കുറച്ച് ഫുഡ് കളർ ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്, പിന്നെ ഫുഡ് കളർ ചേർത്തിട്ടുണ്ടാക്കി. പിന്നെ ഞാൻ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ അതിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ആട്ടപ്പൊടിയുടെയും മൈദപ്പൊടിയുടെ ഒക്കെ പാക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് അറ്റത്തൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി ഇത് ചൂടായി വന്ന ഓയിലിലേക്ക് ഇതുപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് മുകളിലേക്ക് പൊങ്ങി വരും, അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് നേരെ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പിൽ ഒരുപാട് സമയമൊന്നും ഇട്ട് വെക്കരുത്. 2-3 മിനിറ്റിൽ കൂടുതൽ ഇട്ട് വെക്കാൻ പാടില്ല, അപ്പോൾ കുതിർന്ന് പൊടിഞ്ഞു പോവും. പെട്ടെന്ന് തന്നെ എടുക്കുക. ഇതുപോലെ മുഴുവനായിട്ടും ചെയ്യുക. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും.